നമ്മുടെ വീട്ടിലായാലും പുറത്തായാലും എണ്ണയെ വറുത്ത ആഹാരങ്ങൾ അതിനെ കുറയ്ക്കണം, അവോയ്ഡ് ചെയ്യണം. നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച ആകുമ്പോഴേക്കും എല്ലാവരും പാർട്ടി കൂടാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ന്യൂ ഇയർ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും കുഴപ്പമുണ്ടാവില്ല. അതിൽ ഒരാൾക്കാർക്ക് നെഞ്ചെടുപ്പ് വരുന്നു, പെട്ടെന്ന് വേർക്കുന്നു, ആകെ ബുദ്ധിമുട്ടാവും. കശുവണ്ടി കപ്പലണ്ടി അധികം ഹാർട്ടിന് നല്ലതല്ല. നമ്മൾ അത് നല്ലതാണെന്ന് പറഞ്ഞ് കപ്പലണ്ടി കുറേ കഴിക്കുന്ന ഇതുണ്ട്. അപ്പോൾ വാൽനട്ടും ബദാമാണ് ഹാർട്ടിന് നല്ലത്. എല്ലാ ഡോക്ടേഴ്സും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. പക്ഷേ ഈ കാർഡിയോളജിസ്റ്റ് കുറച്ചധികം ചേർന്ന് നിൽക്കാറുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ആരോഗ്യം എപ്പിസോഡിലുള്ളത് ഡോക്ടർ ആൻ്റണി ആണ്, കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് അറ്റ് അസീസിയ ഹോസ്പിറ്റൽ പാലക്കാട്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. നമ്മൾ ഹൃദയ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇത് ശ്രദ്ധിക്കാൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ടോ? ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞു. ആക്ച്വലി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഇപ്പോൾ പാടാണ്. എല്ലാവർക്കും അവരുടേതായ എന്താ പറയുക, ജോലി സംബന്ധമായ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അതിലോട്ട്. പക്ഷേ നമ്മൾ അതിനൊരു സമയം കണ്ടെത്തണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുമ്പോൾ ഞാനും കണ്ടെത്തണം. ഇപ്പം നമ്മൾ വർക്ക് ഷെഡ്യൂൾ ഭയങ്കര കൂടുതലാണ്, ഇപ്പോൾ ഒരു കാർഡിയോളജി ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണത്. കാരണം ആ സമയത്ത് കാർഡിയോളജി എന്നുള്ളതല്ല, ആസ് എ പേഷ്യൻ്റ് എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് വർക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നമ്മൾ എക്സസൈസ് അല്പം വേണം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 to 20 മിനിറ്റ്സ് നമുക്കിപ്പോൾ ഡെയിലി ഒരു എക്സസൈസ്, മോർണിംഗ് ഈവനിങ് ആയാൽ അത്രയും നല്ലത്. പക്ഷേ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് നല്ലൊരു ബ്രിസ്ക് വാക്കിംഗ് നമ്മൾ ചെയ്യണം. ഒരു എയറോബിക് എക്സസൈസ് കിട്ടിയിരിക്കുന്നത് വളരെയധികം ഹാർട്ടിനും ബോഡിക്കും നല്ലതാണ്. ഇപ്പം അതിൽ തന്നെ നോക്കുമ്പോൾ കുറേ പേര് ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. ഇപ്പം യൂഷ്വലി നമ്മൾ എയറോബിക് അനഎറോബിക് എക്സസൈസ് അല്ലെങ്കിൽ ഐസോമെട്രിക് ഐസോട്ടോണിക് എക്സസൈസ് എന്ന് പറയും. ഹാർട്ടിന് കൂടുതലും ഇഷ്ടം ആക്ച്വലി നമ്മളിപ്പോൾ വാക്കിംഗ്, സൈക്ലിംഗ്, എറോബിക് എക്സസൈസ്, വാക്കിംഗ്, സൈക്ലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ് ഒക്കെയാണ്. മറ്റേതിൽ കുറച്ചും കൂടെ അനഎറോബിക് എക്സസൈസുകൾ വരും. അത് ഹാർട്ടിന് ഒട്ടും ഇഷ്ടമല്ല എന്നല്ല, അത് വേണം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 7 ഡേയ്സിലൊരു 5 ഡേയ്സ് ഇതേപോലെ എറോബിക്കും ഒരു 2 ഡേയ്സ് അനറോബിക് അല്ലെങ്കിൽ ഐസോമെട്രിക് വേണം. അപ്പോൾ അത് വേണം, ഒരു എക്സസൈസ് വേണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ പറയുന്നത് പോലെ എളുപ്പമല്ല നമ്മൾ ഈ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. കാരണം അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ വർക്ക് സ്റ്റൈൽ, അവരുടെ ഇത് വെച്ചിട്ടാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. എണ്ണമയം കൂടുതലുള്ള ആഹാരങ്ങൾ, അതിപ്പോൾ നമ്മുടെ വീട്ടിലായാലും പുറത്തായാലും എണ്ണയെ വറുത്ത ആഹാരങ്ങൾ അതിനെ കുറയ്ക്കണം, അവോയ്ഡ് ചെയ്യണം. മനസ്സിലായോ? അത് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ യങ് പേഷ്യൻസിൽ കുറേ MI കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ച് ആണെന്നല്ല ഇപ്പോൾ. പക്ഷേ അതിൽ ലൈഫ് സ്റ്റൈലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പണ്ട് കാലവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ MIയിൽ ഒരു വ്യത്യാസമില്ല. ഇവൻ കൂടി വരികയാണ്, ഇവൻ യങ്ങർ ഏജിലോട്ട് വരികയാണ്. അപ്പോൾ എക്സസൈസ് മസ്റ്റാണ്. ഫുഡ് ഹാബിറ്റ്സിൽ ചെറിയ ചേഞ്ചസ് വരുത്തണം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവൻ ഡയബറ്റീസിൽ പറയുന്ന അതേപോലെ തന്നെ ബേസിക്കലി ഫ്രൂട്ട്സ് വേണം, കൂടുതലാവരുത്. ചോറിൻ്റെ അളവ് വേണം, പക്ഷെ ചോറല്ല കൂടുതൽ വേണ്ടത്, കറികൾ കൂടുതൽ വേണം, പ്രോട്ടീൻ വേണം, ഫൈബേഴ്സ് വേണം. അപ്പോൾ അത് നട്ട്സ് വേണം, ഫൈബേഴ്സ് ഇതെല്ലാം വേണം. പിന്നെ ഹാർട്ടിന് നല്ലതെന്ന് പറഞ്ഞ് ഇപ്പോൾ കശുവണ്ടി കപ്പലണ്ടി അധികം ഹാർട്ടിന് നല്ലതല്ല. നല്ലതല്ല അല്ല, നമ്മൾ അത് നല്ലതാണെന്ന് പറഞ്ഞ് അത് കപ്പലണ്ടി കുറേ കഴിക്കുന്ന ഇതുണ്ട്. അതെല്ലാം ആക്ച്വലി കൊളസ്ട്രോൾ ലെവൽ കൂടും. അപ്പോൾ വാൽനട്ടും ബദാമാണ് ഹാർട്ടിന് നല്ലത്. എന്ന് വെച്ചാൽ എല്ലാം അധികം കഴിക്കണമെന്നല്ല, മേ ബി ഒരു 3 to 4 ആവശ്യത്തിന് കഴിച്ചാൽ മതി. പിന്നെ ഇനി അടുത്തത് ഒബീസിറ്റി. ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളെ വണ്ണം കൂടുതലായിരിക്കാം. അപ്പോൾ അത് നമ്മൾ കഴിച്ച് അപ്പോൾ ഒബീസിറ്റി ആസച്ച് തന്നെ ഇപ്പോൾ ഹാർട്ടിനെ മാത്രമല്ല ലോഡ് കൊടുക്കുന്നത്, എല്ലായിടത്തും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാക്കും, മെറ്റബോളിക് സിൻഡ്രോം, അങ്ങനെ കുറേ അസുഖത്തിന് കിതപ്പ്. അപ്പോൾ വണ്ണം ഒരു ഒബേസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അതിനാണ് മെറ്റബോളിക് സിൻഡ്രോം, അതിനെ കുറയ്ക്കണം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സസൈസ്, ഡയറ്റ്, അതാണ് പ്രൈം ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്ലി മരുന്നുകളുണ്ട്. മനസ്സിലായി? ഇപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും, മുട്ടുവേദന ഉള്ളവരായിരിക്കും, അങ്ങനെയുള്ള, അപ്പോൾ ഓൾറെഡി വണ്ണമുണ്ട്, അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി അധികം എല്ലാവരും മരുന്ന് കഴിക്കുന്നത് വെച്ചാൽ സൈഡ് ഇഫക്ട്സ് എന്നുള്ളത് അല്ല. സൈഡ് ഇഫക്ട്സ് നോക്കിയിട്ടല്ല, അതാണ് പേടി എല്ലാവർക്കും. സൈഡ് ഇഫക്ട്സ് വരും, മരുന്ന് കഴിച്ച് വണ്ണം കുറയുന്നപ്പോൾ അതിൻ്റെ മെക്കാനിസം തന്നെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ വിശപ്പ് വരുന്നതിൻ്റെ അളവ് കുറയ്ക്കും. അതായത് ഇത്ര വിശപ്പുണ്ടാകും. നമ്മൾ സാധാരണ നല്ലോണം വിശക്കുമ്പോൾ നമ്മളൊരു സാധാരണക്കാട്ടൊരു 5-4 ചപ്പാത്തിയാണെങ്കിൽ 5-6 കഴിച്ചു. അങ്ങനെയല്ല, ആദ്യത്തെ 1-2 ചപ്പാത്തി കഴിക്കുമ്പോൾ നിറഞ്ഞു എന്നുള്ളൊരു ഫീല് കിട്ടും. മനസ്സിലായി? അങ്ങനെ ഓരോ അധികം സൈഡ് ഇഫക്ട്സ് ഇല്ലാണ്ടുള്ള
അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് തന്നെ പറയും, ഇന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എക്സസൈസ് ഇതും ചെയ്യാൻ പറ്റാത്തവർക്ക് മരുന്നുണ്ട്, ഇഞ്ചക്ഷനുകളുണ്ട്, വീക്ക്ലി മന്ത്ലി ഇഞ്ചക്ഷനുകളുണ്ട്. ഇപ്പോൾ ഒബിസിറ്റി അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇൻആക്ടിവിറ്റി, ഒബിസിറ്റി. പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് സ്മോക്കിംഗ്, ആൽക്കഹോൾ. അതിപ്പോൾ ഒക്കേഷനിലാവും. അപ്പോൾ ആൽക്കഹോൾ ആക്ച്വലി ഹാർട്ടിന്, ഇപ്പോൾ ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം, നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച ആകുമ്പോഴേക്കും എല്ലാവരും പാർട്ടി കൂടാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ന്യൂ ഇയർ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും കുഴപ്പമുണ്ടാവില്ല, അതിൽ ഒരാൾക്കാർക്ക് നെഞ്ചിടിപ്പ് വരുന്നു, പെട്ടെന്ന് വേർക്കുന്നു, ആകെ ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഇടിപ്പുകൾ, അത് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ട്, ഹാർട്ട് അടിക്കേണ്ട ടിക് 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 എന്ന് അടിക്കേണ്ടതിന് വരെ ടിക് 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 മാറി മാറി അടിക്കുന്നു, ഏട്രിയൽ ഫിബ്രിലേഷൻ. അതെല്ലാം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോർമലി ഒരാൾക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ പാൽപിറ്റേഷൻ ആവുന്നു, അങ്ങനെ കുറേ ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ അൺവാണ്ടഡ്ലി അല്ലെങ്കിൽ അൺനെസസറിലി ഹാർട്ടിനെ സ്ട്രെയിൻ ചെയ്യിക്കുകയാണ്. മനസ്സിലായി? അത് ചിലവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും, ചിലവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൽക്കഹോൾ കാരണം തന്നെ ഹാർട്ടിനെ പല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി, റിതം ഡിസ്റ്റർബൻസ്, MI. അതേപോലെ സ്മോക്കിംഗ് ഓരോ ഓർഗനെ മാത്രമല്ല, ബോഡിയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഓർഗനെയും അഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാക്കാൻ പറ്റാത്ത ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻ്റാണ് കിഡ്നി പേഷ്യൻസിൽ. കാരണം നമ്മൾ ഈ ആൻജിയോഗ്രാം, എല്ലാവരും ചോദിക്കുന്നത് ആൻജിയോഗ്രാമിൽ ഡൈ ഉപയോഗിക്കില്ല, എത്ര ml ഉപയോഗിക്കും? അപ്പോൾ ആൻജിയോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഡൈ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ കിഡ്നിക്ക് ലോഡ് കൂട്ടും. ഇപ്പോൾ ഓൾറെഡി ഡാമേജ് ആയിട്ടുള്ള കിഡ്നിയാണ്, ബുദ്ധിമുട്ടുള്ള ക്രിയാറ്റിൻ ലെവൽ കൂടുതലുള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൺട്രാസ്റ്റ് ഇൻഡ്യൂസ് നെഫ്രോപ്പതി എന്ന് പറയും. അതായത് നമ്മൾ ഡൈ ഉപയോഗിക്കുമ്പോൾ കിഡ്നിക്ക് ഇഞ്ചറി വരും. അപ്പോൾ അതിൻ്റെ ഒരു പേടി കാരണം പലപ്പോഴും ഈവൻ കാർഡിയോളജിസ്റ്റ് ആയാലും ചിലപ്പോൾ നെഫ്രോളജി സൈഡിൽ നിന്നായാലും ആൻജിയോഗ്രാമിലോട്ട് പോകാൻ എപ്പോഴും ഒരു മടി, ഒരു വിമുഖത ഉണ്ടാവും. പക്ഷേ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ്മെൻറ്റ് വന്ന പോലെ തന്നെ നമ്മൾ ഈ ഇമേജിംഗ് എന്ന് പറഞ്ഞില്ലേ, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, അതായത് ഇമേജിംഗ് വഴി നമുക്ക് ഡൈയിൻ്റെ എമൗണ്ട് വളരെയധികം കുറയ്ക്കാം. നമ്മൾ ആൻജിയോഗ്രാമിന് വളരെ മിനിമൽ ഡൈ, അതേപോലെ കിഡ്നിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡൈ ഉപയോഗിക്കുന്നു. അതേപോലെ ഇമേജിംഗ് വഴി നമ്മൾ ഈവൻ സീറോ കോൺട്രാസ്റ്റ് PCA, അതായത് കോൺട്രാസ്റ്റ് വളരെ മിനിമൽ അല്ലെങ്കിൽ സീറോ തന്നെ എന്ന് പറയാം, ഉപയോഗിച്ചുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. നമ്മൾ റീസെൻ്റ്ലി 2 പേഷ്യൻസിൽ ഇതേപോലെ CKD പേഷ്യൻസിൽ സീറോ കോൺട്രാസ്റ്റ് PCA, അതായത് ആൻജിയോപ്ലാസ്റ്റിയിൽ കോൺട്രാസ്റ്റ് ഉപയോഗിക്കേണ്ട വാസ്കുലർ ഇമേജിംഗ് കൊണ്ട് മാത്രം നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. കാരണം അത് അങ്ങനത്തെ പേഷ്യൻസിന് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോഴും മരുന്ന് എഴുതി കൊടുക്കും, അവർക്ക് പെയിൻ ഉണ്ടാവും, വീണ്ടും നമ്മുടെ അടുത്തെത്തും, പക്ഷേ നമ്മൾ ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി പറയും, പക്ഷേ അവർ വീണ്ടും ഇല്ല കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ഒരു ഹെൽപ്ഫുൾ, ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതും ഞാൻ പറയുന്ന എല്ലാ പേഷ്യൻസിലും അല്ല, നമ്മൾ നോക്കും കിഡ്നി റിസ്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യും, പക്ഷേ ആൻജിയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഡൈൻ്റെ എമൗണ്ട് വളരെ മിനിമൽ ആയിരിക്കും. അങ്ങനെയാണ് സീറോ കോൺട്രാസ്റ്റ് PCA നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, ഒരു ഹാർട്ട് പേഷ്യൻ്റ് മാത്രമല്ല, നോർമൽ ഒരാൾ ചെയ്തിരിക്കണം ഈ ടെസ്റ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ടെസ്റ്റുകളായിരിക്കും? നോർമൽ ഒരാൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 40 ഇയേഴ്സിന് മേലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഒരു കൊളസ്ട്രോൾ ചെക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞ രോഗികൾ ഒരു ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ വാല്യൂ ഉണ്ടാവും, ഒരു BP ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അത്ര ഉപയോഗമില്ല, ഇൻ്റർപ്രിട്ടേഷൻ പറ്റില്ല. നമ്മളെ കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ ലിപ്പിഡ് പ്രൊഫൈലാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, അപ്പോൾ LDL, HDL, ട്രൈഗ്ലിസറൈഡ്സ്, ഇതൊക്കെയാണ് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ലിപ്പിഡ് പ്രൊഫൈലാണ്. ഇപ്പോൾ 40 ഇയേഴ്സിനുള്ള ഒരു യൂത്താണ് ഒരിക്കൽ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്, റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാളാണ്, ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാളാണ്, ഹൈപ്പർ ട്രൈഗ്ലിസറിഡ്, എന്തെങ്കിലും ഒരു കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ട് ഫാമിലിയിലുള്ള, അപ്പോൾ അതിൽ ചില സൈൻസ് നമ്മുടെ സ്കിന്നിലൊക്കെ കാണിക്കും. അതായത് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് വരുമ്പോൾ സാന്തലസ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യും. കണ്ണ് കറക്കല്ലേ, കണ്ണിൻ്റെ ഈ സൈഡിൽ ചെറിയ കൊളസ്ട്രോളിൻ്റെ തടിപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കും കൊളസ്ട്രോൾ ചെക്ക് ചെയ്തോ. അപ്പോൾ 40 ഇയേഴ്സിന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, അതിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക. അതിൽ നമ്മൾ നോക്കുന്ന LDL ലെവൽ, ട്രൈഗ്ലിസറൈഡ് അത് കൂടുതലാണോ, അപ്പോൾ 100 മേലെയാണോ, അതിൽ തന്നെ പ്രൈമറി പ്രിവെൻഷൻ. ഇപ്പോൾ നോർമൽ ഒരാൾക്കാണെങ്കിൽ ബേസിക്കലി 100 അടുത്ത് വെക്കുക LDL ലെവൽ, ട്രൈഗ്ലിസറൈഡ് 150 താഴെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടത് ഒന്നാണ്. പിന്നെ ഒന്ന് ബേസിക് ആയിട്ടുള്ള ബാക്കി ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ECG എടുത്ത് നോക്കുക, എക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നാലും ECG, എക്കോ, കൊളസ്ട്രോൾ ലെവൽ ഒന്ന് എടുത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ഒരു കാർഡിയാക് സ്റ്റാറ്റസ് അറിയാനാണെങ്കിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ സാധാരണ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ TMT ചെയ്യിക്കാറില്ല. എന്ന് വെച്ചാൽ TMT എന്ന് വെച്ചാൽ ട്രെഡ്മിൽ ടെസ്റ്റാണ്.
അത് യൂഷ്വലി നമ്മൾ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പല സിംറ്റംസ് ആയിട്ട് രോഗികൾ വന്നു. ഇപ്പോൾ ഡിമാൻഡിനനുസരിച്ച് ഹാർട്ടിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കയറ്റം കയറുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട്. പക്ഷെ കയറ്റം കയറുമ്പോൾ കിതപ്പ് മാത്രമേ ഉള്ളൂ. വേദന പറയുവാണെങ്കിൽ ഓക്കെ, അത് കൂടുതലും കാർഡിയാക് ആണെന്ന് തന്നെ നമ്മൾ നോക്കുന്നു. പിന്നെ TMTയിലോട്ട് പോകുന്നു. പക്ഷെ കിതപ്പ് തന്നെ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യണം. കാർഡിയാക് ആണോ ഈ കിതപ്പിന് കാരണം? അപ്പം നമ്മൾ TMT അല്ലെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നത് ECGയിലെ വേരിയേഷൻസ് വരുന്നുണ്ടോ, അവർക്ക് കിതപ്പിനോടൊപ്പം നെഞ്ചുവേദന വരുന്നുണ്ടോ, ഇതെല്ലാം 40 വയസ്സ് കഴിഞ്ഞ് എപ്പോഴും ചെയ്യണമെന്നല്ല. 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ, ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, ഒരു ECG എക്കോ എടുത്ത് വെക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് തന്നെ മതി. ഞാൻ പറയില്ല ട്രെഡ്മില്ല് ചെയ്യണമെന്ന്.